ഏതായിരുന്നാലും വളരെ സന്തോഷം. ഇങ്ങനെ കൂടാൻ കഴിയുന്നതിനുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. മനസ്സാണ് ചെറുപ്പമാകേണ്ടതും പ്രായമാകേണ്ടതും. അപ്പം മനസ്സിന് ചെറുപ്പമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യവും ചെറുപ്പമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പം മനസ്സിൻ്റെ ചെറുപ്പമാണ് നമ്മുടെ വീണ്ടും ഇവിടെ സമ്മേളിക്കാൻ നമ്മുടെ മനസ്സാഗ്രഹിച്ചതും തീരുമാനിച്ചതും. ഏതായിരുന്നാലും ദീർഘമായി സംസാരിക്കുന്നത് 5 മിനിറ്റാണ്. വളരെ കൃത്യമായ സമയനിഷ്ഠയും വളരെ കൃത്യമായ ഷെഡ്യൂളുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉദ്ദേശം 4 ഡിവിഷനിലാണ് അന്നത്തെ 5 ഡിവിഷനിലാണ് ക്ലാസ്സുകളുള്ളത്. ABCDE എന്ന രൂപത്തിൽ. അതൊരു പക്ഷേ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചവർ 100 പേരാണ്. ആ 100 പേര് ഇന്നത്തെ യോഗത്തിൽ എത്തിച്ചേരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും എല്ലാവരെയും ഹൃദ്യമായി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നത് മാത്രമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ. മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും നമ്മൾ നേരിട്ട് വിളിക്കുകയും വീട്ടിൽ ചെന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഓരോ ബാച്ചിൻ്റെയും പ്രവർത്തനം വളരെ ശ്ലാഘനീയമായി ഹൈസ്കൂളിലെ ആദ്യ അധ്യാപിക അപ്പോയിന്റ്മെന്റ് ഒരു പിതാവിനെ പോലെ നമ്മെ പഠിപ്പിച്ച AP അബൂബക്കർ സാർ ഇപ്പോൾ വേദിയിൽ ഇരിക്കുന്നുണ്ട്. സാറിനോടൊപ്പം 10 പേരിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയട്ടെ, ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു 40-41 വർഷം മുമ്പ് കണ്ട അതേ മുഖം ഒന്നിച്ചിങ്ങനെ കാണാനാണ്. അന്നത്തെ ചെറിയ കുട്ടികൾ വികൃതിയും വിസ്തൃതിയും ഒക്കെ നടന്ന കുട്ടികളാണ്. ഒപ്പം അലുമിനി അസോസിയേഷന്റെ മുഴുവൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് വേറെ ലിഖിതങ്ങളാണ്. മറ്റൊന്ന് AK മൊയ്തീൻ മാഷും മറ്റൊന്ന് AK മൊയ്തീൻ മാഷും. അവരൊക്കെ അതിന് ജൂനിയേഴ്സാണ്, അല്ല സീനിയറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു സമാധാനത്തെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരു നിലക്കും എന്നോട് പറയേണ്ടതില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. MJ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ വലിയ ശില്പം ഇന്ന് അവിടെ വന്നതിൽ പലരും പലപ്പോഴും ചില വ്യക്തികളെ മാത്രം എടുത്ത് പറയാറുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ സദസ്സിൽ വെച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രയാസം കൂടിയുണ്ട്. കാരണം ഇതിനെ ഹോസ്റ്റ് ചെയ്തത് വാദിയുസ്മയാണ്. അപ്പോൾ വാദിയുസ്മയിൽ വെച്ച് വാദിയുസ്മ സെക്രട്ടറി പറയുന്ന കാര്യത്തിന് വളരെയധികം സൂക്ഷിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്. 1979 ജൂൺ 27-ാം തീയതി തുടങ്ങിയ സ്ഥാപനത്തിന് തൊട്ടടുത്ത മാസം ജൂലൈ മാസത്തിലാണ് 12 പേര് അവിടെ വരുന്നത്. ആദ്യം തന്നെ രാവിലെ 8 മണിക്ക് വന്ന് വൈകുന്നേരം 6 മണിക്ക് പോകുന്ന ശർമ്മജി പലപ്പോഴും സ്കൂളിൽ നിന്ന് പൊങ്ങുന്ന എന്നെ പോലാണ്. ഒരിക്കൽ ഒരു DD പറഞ്ഞിട്ടുണ്ട്, സർ ഈ ഫാദർ മാഷ പോലത്തെ ഒരാൾ ഇവിടെ വന്നാൽ മതി. ആരെയൊക്കെയാണ് പറയുന്നതെന്ന് അറിയുമോ? സ്കൂളിൽ മര്യാദയ്ക്ക് വരാത്തൊരു അധ്യാപകൻ. ആരോടാ പറയുന്നതെന്ന് അറിയുമോ? ഏറ്റവും നന്നായി സ്കൂൾ മാത്രം പ്രയത്നിക്കുന്നത്. പറഞ്ഞേക്കാത്ത ഞാൻ സ്കൂളിലേക്ക് ബന്ധമില്ലാന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ബന്ധം എന്താണെന്ന് നിങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു വലിയ ശക്തി, ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു ഉന്നത ഉദാത്തമായ പ്രവർത്തനമാണ് MJ ഹൈസ്കൂൾ. ആ ഹൈസ്കൂള് ഇനി ഖിയാമത്ത് വരെ അന്നത്തെ ആ പണ്ഡിത ജ്യോതിസ് അന്ന് ദ്വാ ചെയ്ത കാര്യം ഫലിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 1980 മുതൽ പാസ് ഔട്ടായ സെക്കൻഡ് ബാച്ചാണ്. നിങ്ങളെയും കൊണ്ട് ഈ സദസ്സിലുണ്ട്. ഉസ്മാൻ മാഷുണ്ട്, അബ്ദുള്ള മാഷ് ഇവിടെ എത്തിയിട്ടില്ല, മുഹമ്മദ് മാഷ് മരിച്ചു പോയിട്ടുണ്ട്, ഞാനും പിന്നെ കുറേ ടീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് CH മുഹമ്മദ് സാഹിബ്
ഈ വിദ്യാർത്ഥികളോട് അന്ന് നിങ്ങൾ ആരൊക്കെ അന്ന് പോയെന്നറിയില്ല, എളേറ്റിൽ പ്രദേശവും നിങ്ങളുടെ കുടുംബവും ഈ നാട് ഉയർത്താൻ വേണ്ടി നിങ്ങൾ 10 കൊല്ലം പരിശ്രമിച്ചാൽ, എളേറ്റിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ അബൂബക്കർ മാഷ് പറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നടത്തുന്ന ഒരു നാട് നന്നാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. മറ്റാരെയുമല്ല, വളരെ കഠിനമായിരുന്ന രാസഘടനകളെ തൻ്റേതായ ശൈലിയിൽ, ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഒരു നാടൻ ശൈലിയിൽ കെമിസ്ട്രി നമുക്ക് ചാലിച്ചു തന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ ക്ലാസ് 8-ലായിരുന്നു ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറിൻ്റെ കൂടെ സാറിൻ്റെ മക്കളും വേദിയിലേക്ക് വരണമെന്നത്. അറബി ചരിത്രത്തിലെയും അറബി കഥകളുടെയും പശ്ചാത്തലത്തിൽ അറബി ഭാഷ പഠനം ആവേശമാക്കി. ക്ഷണിക്കുന്നു. അബൂബക്കർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സെയ്ദ് സാറിനെ ക്ഷണിക്കുന്നു. അബ്ദുറഹ്മാൻ സാറിനെ, അബ്ദുറഹ്മാൻ സാറിനെയും വലീദ് സാർ, സാർ പ്ലീസ് കം ഓൺ. നമ്മുടെ 2 അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി പ്രിയ സുഹൃത്ത് മുനവ്വർ അബൂബക്കർ, അതുകൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ മുഹമ്മദ് അലി സാർ, 2 വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ വർഷം വരെ പാസ് ഔട്ടായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് മജോസ് നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഖാദർ മാഷ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ഭാഷണത്തിൽ ഇവിടെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത് 1982-83 വർഷങ്ങൾക്ക് ശേഷവും അതിന്റെ മുമ്പും, അഥവാ നിങ്ങളുടെ ബാച്ചിന് മുമ്പും അതിന്റെ ശേഷവും ഈ പ്രദേശത്തിന്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുകയാണ്. പ്രഗത്ഭരായ നിരവധി വ്യക്തിത്വങ്ങളാണ്, പരിചയസമ്പന്നരായ വ്യക്തിത്വങ്ങളും പൊതു പ്രവർത്തകരും അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ ആളുകളുമാണ്
എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിനുണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം മജോഷ ഇവിടെ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട IAS ജാഫർക്ക ഇവിടെ വരാനുണ്ടായ കാര്യം. ഇന്നത്തെ ഒരു ഹോസ്റ്റിംഗ് നടന്നത് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ്. കാരണം നമ്മൾ അധ്യാപകരെ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ എല്ലാവരെയും ഇരുത്തി ഒന്നായിട്ട് സ്റ്റേജിലേക്ക് വരുത്തുന്നതിന് പകരം അവരെ നമ്മൾ എങ്ങനെയാണോ സ്വീകരിച്ചത് ആ സ്വീകരണത്തിൻ്റെ 10 മടങ്ങ് രീതിയിൽ അതല്ലെങ്കിൽ അവരെ വളരെ ബഹുമാനത്തോടു കൂടി ഓരോരുത്തരെയായിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് എത്തിക്കുമ്പോൾ ശരിക്കും വല്ലാതൊരു ഫീലിംഗ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു ബാച്ചിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഉള്ള ഒരു പരിപാടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗഫൂർ സാറോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവരുടെ മുന്നിൽ കയറി എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ബാച്ചിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമുക്കൊക്കെ പരസ്പരം സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഞങ്ങളെയൊക്കെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ. ആദരവിനേക്കാൾ കൂടുതലായി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സ്നേഹമാണ് എന്നും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് കൂടുതലായിട്ട് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും ഉണ്ടാവുക. അത് ഒരുപക്ഷെ നമ്മുടെ ഇണകളെ ആവാം, നമ്മുടെ മാതാപിതാക്കളെ ആവാം, ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളെ ആവാം. അതിലൊക്കുപരി നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അത് നമ്മൾ തന്നെയാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുന്നു. സിലബസിന് പുറത്തുള്ള ഒരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫോസ ഫറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അവർ ഏറ്റെടുക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു NGO ആയിട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ അലുമിനി എന്ന് പറയുന്നത്. ഏകദേശം 10,000-ലധികം മെമ്പർമാർ ഇപ്പം തന്നെ അതിലുണ്ട്. അതിലൊരു 10, 100, 200 ആൾ വിചാരിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു NGO ആയിട്ട് നമുക്കതിനെ മാറ്റാൻ കഴിയും. നല്ല പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഇവിടെയും സമയമില്ല, എനിക്കും സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ആയിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മക്കൾ എന്നൊരവസ്ഥയിലായിരുന്നു. കാലങ്ങൾ കടന്നുപോയി, നിങ്ങൾക്ക് മക്കളായി. മിക്കവാറും ആയിരിക്കുന്നവരിൽ പലർക്കും മക്കളുമായി കാണാം. അഥവാ നിങ്ങളും ഇന്ന് മക്കളോടൊത്ത് അല്ലെങ്കിൽ മക്കളും പേരക്കിടാങ്ങളോടൊത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. പഴയ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നെങ്കിൽ മിക്കവരും ജീവിച്ചു പോന്നിരുന്നത് ആ അവസ്ഥയിലായിരുന്നു. മക്കളും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരുമായ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉള്ളൊരു കാലഘട്ടമായിരുന്നു. ഇന്നും സ്നേഹത്തിനും സന്തോഷത്തിനും കുറവൊന്നുമില്ലെങ്കിലും അതിലൊരു ആത്മാർത്ഥത കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സ് നിങ്ങളുടെ ഹൃദയതന്ത്രികളിൽ ഒരു മൗനരാഗമായി പടർന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് ഞാൻ. ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യത്തിൻ്റെ ദിവസം കൂടിയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുകയാണല്ലോ. ഇന്ന് കണ്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും കണ്ടു എന്ന് വരില്ലാത്തൊരവസ്ഥയും ഉണ്ടാവില്ല. നിങ്ങളെ കാണാതെ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നു എന്ന ഖേദം എൻ്റെ ഉള്ളിലുണ്ടാകുമായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതിയാണ് MJ സ്കൂളിലെ ഫസ്റ്റ് ബാച്ചിൻ്റെ റീയൂണിയനിൽ ഞാൻ പങ്കെടുത്തിരുന്നത്. ബൈ ദാറ്റ് ടൈം റഷീദ് പറയേണ്ടായിട്ടുണ്ട്, എൻ്റെ വൈഫിനെന്ന് സ്കാനിങ്ങിൻ്റെ ദിവസമായിരുന്നു. അവളെന്നെ MJ സ്കൂളിലേക്ക് ഓടിച്ചതാണ്. അപ്പോൾ പറഞ്ഞു MJ സ്കൂളിൽ പോകണം. ആദ്യം പഠിപ്പിച്ച കുട്ടികളല്ലേ, they love you so much, അതുകൊണ്ട് പോകണം. This God
ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഈ ഒരു ദൈവത്തെ കാണാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ ജീവിതം തന്നിരിക്കുന്നത്. ഞാൻ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിലേക്ക് വന്നതുകൊണ്ട് പറയുന്നതല്ല അത്. ഐ ലേൺഡ്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഞാൻ മാത്രം എന്തിനാണ് വളരാതിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നമ്മുടേതായ യാത്രകളുണ്ട്, മനോഹരമായ യാത്രകളുണ്ട്. ആ യാത്രകൾ എന്തെല്ലാം യാത്രകളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കലയിലൂടെയുള്ള യാത്രയുണ്ട്, എഴുത്തിലൂടെയുള്ള യാത്രയുണ്ട്, ആസ്വാദനത്തിലൂടെയുള്ള യാത്രയുണ്ട്. രൂപ പനേസർ അഫ്ഗാൻ ട്യൂണിൽ സിത്താറിൽ വായിച്ച ആ രാഗം കേട്ട് 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 ഏതോ ഒരു ലോകത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ. ഓക്കെ, ഇറ്റ് ഈസ് ലൈഫ്. അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെയധികം ജീവിതത്തിൽ ഫലം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇരിക്കുന്ന ജോലിയുള്ള മിക്കവാറും എല്ലാവരും തന്നെ ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത് ജീവിതമായിരിക്കും നയിക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊക്കെ പ്രീഡിഗ്രിക്ക് എസ് എൻ കോളേജിലാണ് പഠിച്ചത്, ചേർന്ന് ഒരു 71-72. അപ്പം ഞങ്ങൾക്ക് പിന്നെ പോയ മാസം ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു ബാച്ചിന് ഒരു കൂട്ടായ്മ ഉണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ശിക്ഷിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ജോലിഭാരം കൂടി ചെയ്യുക. കാരണം എടുത്ത ഭാഗങ്ങൾ എൻ്റെ കുട്ടിക്ക് മനസ്സിലായിട്ടാണ് ബോധ്യമാകുന്ന സമയത്ത് പിന്നെയും എടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ പലപ്പോഴും പിന്നെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ആരെയും വെറുത്തുകൊണ്ടല്ലാതെ പ്രത്യേകം ഓർപ്പെടുത്തുകയാണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുനാളും വയസ്സായ എൻ്റെ മുടിക്ക് മാത്രമേ വയസ്സായിട്ടുള്ളൂ. അഭിനയിച്ചത് അവിടുത്തെ പോയി മനസ്സ് ഇപ്പോഴും പണ്ടേതാകുന്ന ഗ്രൗണ്ടിൽ വന്ന ആ മനസ്സാണ്. കാരണം ഞാൻ അടങ്ങിയിരിക്കുന്നില്ല. ഞാൻ സ്പോർട്സ് രംഗത്ത് ഇപ്പോഴും 40 കുട്ടികൾ എൻ്റെ മുന്നിൽ രാവിലെ വരും. അവർക്ക് പന്തെടുത്തിട്ട് കൊടുക്കും, അവർ എക്സസൈസ് ചെയ്യിക്കും, അവരെ കൊണ്ട് ഞാൻ എൻജോയ് ചെയ്യും. പള്ളി കമ്മിറ്റിയിൽ 25 കൊല്ലം സെക്രട്ടറിയായി, 5 കൊല്ലം പ്രസിഡന്റ്, തുടർച്ചയായിട്ട് മാറ്റങ്ങൾ ഒരുപാടുണ്ടായി കൊടുത്തു. ഈ ഖാദർ മാഷെ അനുകരിച്ചുകൊണ്ട് ഞാനും അവിടെ ഒരു വാദിയുസ്ലാം പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെമ്മറി നിലക്കുന്ന അവിടെയാണ്. ഞാനവിടെ ഒരു നോർവുദ പബ്ലിക് സ്കൂൾ, അൽബിർ സ്കൂൾ ഉണ്ടാക്കി 10,000 കുട്ടികൾ അവിടെയും പഠിക്കുന്നുണ്ട്. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. നിങ്ങൾ ആരും വീട്ടിൽ റെസ്റ്റ് എടുക്കരുത്. നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങണം. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വയസ്സാവില്ല. നമുക്ക് തിരക്കായിരിക്കണം. നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം ഉണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എപ്പോഴും ആക്റ്റീവായി നിൽക്കുക. അതോടൊപ്പം എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പറയുക, ആരോഗ്യത്തോടുള്ള ദീർഘായുസിന് വേണ്ടിയും അവസാനം ആക്കിമത്ത് നന്നാതിന് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളൊക്കെ 50 വയസ്സ് കഴിഞ്ഞാലും ഡയബറ്റിക് ഷുഗറുള്ള ആൾക്കാരുമാണ്. ഹൈപ്പോഗ്ലൈസീമിയ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഭക്ഷണം റെഡിയായിരിക്കും, ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ. സാർ അപ്പോൾ സാർ ഒരു മിനിറ്റ് സാർ. വിഷയം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ പിന്നെ മീറ്റിങ്ങിൽ ഫസ്റ്റ് ബാച്ചിൻ്റെ മീറ്റിംഗ് മുഹമ്മദ് മാഷ് ഡോക്ടർ മുഹമ്മദ് ഒരു സ്ലിപ്പ് വന്നു, സംസാരം ചുരുക്കണം എന്ന് ഞാൻ ബോധിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാനില്ല. ഈ സംഘാടകം അന്നത്തെ ആ കുട്ടികളായ നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാനിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ആ SSLC ക്ലാസ്സിലുള്ള ആ അവസ്ഥകളാണ്. ഞാൻ ഇതേ സമയത്ത് മറ്റൊന്ന് ആലോചിച്ചു. അത്രയും വർഷം മുമ്പേത്തെ ഞങ്ങളുടെ മാഷ പോലെയുള്ള ടിയെ പോലെയുള്ള അന്നത്തെ ആളുകൾ ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ തന്നെ ഒരു കുടുംബത്തെ പോലെ കണ്ടുകൊണ്ട് ആ MJ ഹൈസ്കൂളിൽ നിന്ന് ജീവിച്ചതും ആ അധ്യാപക ലോകത്തേക്കാൾ ഉപരി നിങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് സ്കൂളിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളൊരു കുടുംബാംഗങ്ങളെ പോലെ തന്നെ കഴിഞ്ഞുപോയ ആ കാലഘട്ടം നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഞങ്ങളും ഇപ്പോൾ ഓർത്തുപോയി. അതുകൊണ്ട് ഈ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനവും ഈ കൂട്ടായ്മക്ക് നിറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ എല്ലാ നമുക്കൊന്ന് പിരിയാം. പക്ഷേ അതിനു മുമ്പ് ഭക്ഷണമുണ്ട്. സാറന്മാരെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പായി സാറന്മാരങ്ങ് പോകുമല്ലോ, നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റേജിൽ വെച്ച് എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ തിരിച്ചു വരണം. പാട്ടുകൾ പാടാൻ ഒരുപാട് ദിവസമായിട്ട് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ്.
തിരക്ക് പിടിച്ച സാമൂഹ്യ പ്രവർത്തനമാണ് എവരുടെ മേഖലയിൽ വീട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരുപാട് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന റഷീദ് കഴിഞ്ഞ 15 ദിവസമായിട്ട് ഈ ഗ്രൂപ്പിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഈ പരിപാടിക്ക് ഓരോരുത്തരെയും എനിക്ക് 3 തവണ വിളിക്കും ദിവസങ്ങളിൽ. അത്രയും സജീവമായി